ചേച്ചിയെ നല്ല പെർഫ്യൂംസ് ഉണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട, ഇവിടെ പെർഫ്യൂംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇത് ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ടൈപ്പ് പെർഫ്യൂം ഒന്നും അല്ല, ഇതങ്ങ് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന അപൂർവ ഇനം പെർഫ്യൂമാ. അതിനകത്ത് ചെറിയ ബോട്ടിലിൽ സെന്റ് ഉണ്ട്, എടുക്കട്ടെ? നല്ല സൂപ്പർ സാധനമാണ്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, ഈ പെർഫ്യൂമിന്റെ പ്രത്യേകത ചേച്ചിക്ക് അറിയാൻ കഴിഞ്ഞിട്ടാ. നമ്മൾ സാധാരണ അടിച്ചു കൊണ്ടുവന്ന പെർഫ്യൂം പോലെ അല്ല. നമ്മൾ അതൊക്കെ രാവിലെ അടിച്ചുകൊണ്ട് പോയ 2 മണിക്കൂർ കൊണ്ട് അതിന്റെ മണം ഇല്ലാതാകും. പക്ഷെ ഇതങ്ങനെയല്ല, ഒരാഴ്ച വരെ ഇതിന്റെ മണം നമ്മുടെ കൂടെ ഉണ്ടാവും. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, നിങ്ങളൊന്ന് പോയേ. അയ്യോ ചേച്ചി, ചേച്ചി ഇവിടുത്തെ ചേട്ടനെ ഒന്ന് വിളിച്ചേ, ചേട്ടൻ എടുക്കുന്നേ. ഇവിടെ ചേട്ടനും അനിയനും ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് പോയേ. അത് കൊള്ളാം. ചേട്ടൻ പുറത്ത് പോയാണെങ്കിൽ കാറി ബൈക്കും ഇങ്ങനെ ഇവിടെ കിടക്കത്തില്ല. ചേട്ടൻ കുറച്ച് ദൂരെ ട്രെയിനിനാ പോയേക്കുന്നത്, എനിക്കൊന്ന് പുറത്ത് പോകണം. നിങ്ങളൊന്ന് പോയേ. ചേച്ചി, ഞാൻ സംശയം ചോദിച്ചോട്ടെ, ചേച്ചി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അതെന്താ, എന്റെ സംസാരം കേട്ടിട്ട് അഭിനയിക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനൊന്നും ഇല്ല. ഇനി ആണെങ്കിലും എനിക്കൊരു വിഷയമല്ല, ഇവിടെ ഒരു സാധനം വേണ്ട. അയ്യോ, അല്ലെങ്കിൽ ഞാൻ പോവാ. അതുകൊണ്ടല്ലേ ചേച്ചി, ചേച്ചിയെ കണ്ടിട്ടേ ഒരു സിനിമ നടിയുടെ ലുക്ക് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഏയ്, ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. സിനിമയിലൊന്ന് ശ്രമിച്ചുകൂടെ? നല്ല സുന്ദരിയാണ് കേട്ടോ. ചുമ്മാ, ഞാൻ അത്രയ്ക്ക് സുന്ദരിയൊന്നും അല്ല. ഏയ്, ചുമ്മാതൊന്നും അല്ല. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഈ കാണിച്ച പെർഫോമൻസ് ഉണ്ടല്ലോ, അതും സ്ത്രീയുടെ ഒരു സൗന്ദര്യമാണ്. എന്തായാലും സിനിമയിലൊന്ന് ശ്രമിക്കണം. ഒരു നായികയാകാനുള്ള എല്ലാ ലുക്കും കാണുന്നുണ്ട്. ഓ പിന്നെ, എന്നാ ഞാൻ പോട്ടെ. അതെ, നിങ്ങളുടെ കയ്യിൽ ഈ ഊതിന്റെ പെർഫ്യൂം ഇരിപ്പുണ്ടോ? ഉണ്ടോന്നോ? അതല്ലേ നമ്മുടെ മെയിൻ ഐറ്റം. ചേച്ചി ഓരോന്നൊന്ന് സാമ്പിൾ നോക്ക്, അപ്പൊ തന്നെ അതിന്റെ ക്വാളിറ്റി ചേച്ചിക്ക് മനസ്സിലാവും. ഇതൊന്ന് നോക്കിയേ, നോക്കിയേ. ഇത് അത്ര സുഖമില്ല. ശരിയോ? ഒക്കെ ലേറ്റസ്റ്റ് സാധനം. എന്നാ വേറെ ഞാൻ കാണിക്കാം. ദൈവം നോക്കിയേ, ഇത് സൂപ്പർ ഐറ്റാ. ഇത് ലേഡീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റാ. ഇത് കുഴപ്പമില്ല, വേറെ ഉണ്ടോ? ഇങ്ങനെ ഐറ്റം ഉണ്ട്, പക്ഷെ വില കൂടുതലാണ്. ഇത് ഊതിന്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് കൊള്ളാം, പക്ഷെ എന്റെ ഇരിക്കുന്നതിന്റെ അത്ര ഒരു സുഖമില്ല. ചേച്ചി, ഊതെന്ന് പറയുന്ന ഐറ്റം ഒരുപാട് വെറൈറ്റി ഉണ്ട്. ചിലതുണ്ടല്ലോ, ഈ കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോ പുരട്ടി നോക്കുമ്പോൾ അതിന് വലിയ മണം കാണത്തില്ല. ഒരു അല്പസമയം കഴിഞ്ഞതിന് ശേഷം മണപ്പിച്ച് നോക്കാണ്ടല്ലോ, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ആ മണം ഉണ്ടല്ലോ, ഒരുപാട് സമയം നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരാഴ്ചയൊക്കെ നമ്മുടെ തുണിയിലേക്കും ദേഹത്തൊക്കെ ആ ഒരു മണം ഉണ്ടാവും. അതാ ഇതിന്റെ പ്രത്യേകത. ചേച്ചി ഏതാ ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്ന ഊതിന്റെ തന്നെ ഒരു വെറൈറ്റി ഐറ്റമാ, നല്ല മണം അതിന്. ചേച്ചി ഉപയോഗിച്ച ഈ ഊതിന്റെ ബോട്ടിൽ ഒരു ഇരിപ്പുണ്ടോ? ഇരിപ്പുണ്ട്. ഒന്നും കാണിക്കാവോ? നമ്മൾ എന്തെങ്കിലും ആ വെറൈറ്റി ഐറ്റം ഉണ്ടോ നമുക്ക് നോക്കാമല്ലോ. കാണിക്കാലോ. എടുത്തു.
പല വിധത്തിൽ പറ്റിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പ്രത്യേകിച്ച് സ്ത്രീകൾ പല രൂപത്തിലും പല ഭാവത്തിലും പല അപരിചിതരും വിൽപ്പനക്കാരുടെ രൂപത്തിൽ നമ്മുടെ വീടുകളിൽ വരാം. ചെറിയൊരു പിഴ വൻ അപകടങ്ങൾ വിളിച്ചു വരുത്തും. പ്രത്യേകിച്ച് സ്വർണത്തിന് വില കൂടുന്ന ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക. ഭയം വേണ്ട, ജാഗ്രത മതി.